Yes, yes. തുടങ്ങാം ദീദി. ഓക്കെ ഓക്കെ. അപ്പം നമ്മുടെ ഇന്ദിരാജി ചൊല്ലിക്കോളൂ ഇന്ദിരാജി. വർണ്ണ കാർമുകിൽ വർണ്ണ കടൽ വർണ്ണ കർണ പീയൂഷ സൽക്കഥാനാമങ്ങൾ വർണ്ണിച്ചിടുവാൻ തോന്നണം എപ്പോഴും ഉണ്ണികൃഷ്ണ മുകുന്ദ ഹരി ജയ. കാത്തുകൊള്ളണമെന്നി കൃപാനിധേ കൽത്തളീരിണ നിത്യം വണങ്ങുന്നിൻ കൊൽത്തളീരടി മാനസേ ചേർക്കണം ഭക്തവത്സല കൃഷ്ണ ഹരി ജയ. കിങ്ങിണിയും തളവളാമോതിരം ഭംഗിയേറും തിരുമേനി ശോഭയും തൊങ്ങലും ചില വാലിട്ടുടുത്തതും മംഗളാകൃതേ കൃഷ്ണ ഹരി ജയ. കീർത്തിയേറുന്ന പാർത്ഥന്റെ തേർത്തടേ അർത്തി തീർപ്പാനിരുന്നരുളിയിടുന്ന ഉത്തമമായ ചമ്മട്ടിയും ധരിച്ചുത്തമാകൃതേ കൃഷ്ണ ഹരി ജയ. കുണ്ടലം മകരം മണി ശോഭിത ഗണ്ഡദേശാമുഖാദ്യ വിലാസവും കണ്ണെഴുത്തും കുറിയും ചമയവും കണ്ണിൽ കാണണം കൃഷ്ണ ഹരി ജയ. കൂട്ടരായുള്ള പിള്ളരും താനുമായി കാട്ടിൽ കാളിന്തി തീരെ വസിപ്പതും ഒട്ടൊഴിയാതെ വീടുകളിൽ പുക്കു കട്ടൊളിപ്പതും കൃഷ്ണ ഹരി ജയ. കെട്ടിനാൾ ഉരലോടു ചേർത്തിട്ടമ്മ സ്പഷ്ടമാക്കുവാൻ മാമുനി വാക്കിനെ പുഷ്ടമോദം തനേശാത്മജന്മാർക്കങ്ങിഷ്ടമാം ഗതി നൽകി ഹരി ജയ. കേശവ തവ പാദത്തോടേശുവാൻ ആശഭാരം നമുക്കു മനക്കാമ്പിൽ ക്ലേശപാശത്തെ ഛേദിച്ചു ത്വദ്ഭക്തി പാശം ബന്ധിക്ക കൃഷ്ണ ഹരേ ജയ. കൈതൊഴുന്നേനടിയൻ തവ പാതേ ചെയ്ത പാപങ്ങളൊക്കെ കളഞ്ഞെന്നെ വൈകാതെ തവ പാദത്തോടേശുവൻ കൈവരണമേ കൃഷ്ണ ഹരേ ജയ. കൊണ്ടുപോകണമെന്നെ തവാ പാതേയുണ്ടൽ തീർത്ഥങ്ങനുഗ്രഹിച്ചിടണം കണ്ടു കണ്ടു ഭഗവത് സ്വരൂപത്തെ കൊണ്ടൽ വർണ്ണ മുകുന്ദ ഹരേ ജയ. കോലും കൊമ്പും കുഴലും വിളിച്ചതും ബാലഗോപാല രൂപം ധരിച്ചതും പാലും നെയ്യും തൈരും കവർന്നതും ചാലിത്തോന്നണം കൃഷ്ണ ഹരി ജയ. കൗതുകേനെ തിരുനാമവും ചൊല്ലി ചേതസീ തവ രൂപവും ധ്യാനിച്ചു പാതകങ്ങളകറ്റുമാറാകണം മാതുലാന്തക കൃഷ്ണ ഹരി ജയ. സംസാരേ കരുണാമലവാരിതേ സംസാരാർണവതീരം കടത്തുവാൻ ആശുതൃക്കൺ പാർക്കേണമടിയനെ കേശിസൂദന കൃഷ്ണ ഹരേ ജയ. കാലകാലനീ നാലു വേദങ്ങൾക്കും മൂലമായുള്ള തൊൽപാദ പങ്കജം മാലകറ്റുവാൻ മാനസേ തോന്നണം നീലലോചന കൃഷ്ണ ഹരേ ജയ. വാരിതിന്നു തൊടുകുറിയായൊരു ചാരുവാം ഗുരുവായൂർ പുരാധിപ തീരണം ദുരിതങ്ങളെ ശേഷവും ചേരണം ഹരേ കൃഷ്ണ ഹരേ ജയ. ഇന്ദിരാജിക്ക് ബൈഹാർട്ടായിട്ട് ചൊല്ലി ഒന്നും നോക്കാതെ എന്നും ചൊല്ലുന്ന പ്രേയറാന്ന് തോന്നുന്നു ഗിരിജാജി, ഇന്ദിരാജി. ചൊല്ലാറുണ്ട്, നാമം ചെല്ലുമ്പോ ചൊല്ലാറുണ്ട്. അല്ല, സന്ധ്യ നേരത്തൊക്കെ ഞങ്ങൾക്ക് ഇന്ന് കേൾക്കാൻ കിട്ടി, വലിയ ഭാഗ്യം. അത് എത്ര മീനിങ് ഫുള്ളാ സത്യം പറഞ്ഞ. ഇന്ദിരാജിക്ക് രണ്ട് വാക്ക് പറഞ്ഞോളൂ. ഇന്ദിരാജി, എങ്ങനെ തോന്നി ക്ലാസ് എക്സ്പീരിയൻസ് ഇച്ചിരി ഒന്ന് ഷെയർ ചെയ്തോളൂ. ക്ലാസ്സൊക്കെ വളരെ നന്നായിരുന്നു. 4 ലെവലുകളും വളരെ നന്നായി പഠിക്കാൻ പറ്റി. ലാസ്റ്റ് 4ാമത്തെ ലെവലിലാണ് ഞങ്ങൾ നന്നായി സുജാജിയും സുധാ മാമും ഒക്കെ ഞങ്ങൾ നല്ലോണം പറഞ്ഞു തരാനും കൂടുതൽ വായിക്കാനും സാധിച്ചു. പിന്നെ ഈ 18 അധ്യായവും ഭഗവാൻ കൃപയാൽ ആരോഗ്യവും ഇതും തന്നും പഠിക്കാൻ പറ്റിയതിൽ ഭഗവാനോട് ആദ്യം സ്തുതി പറയുന്നു. അതുപോലെ ഗുരുവായൂരപ്പന്റെ തിരുമുറ്റത്ത് ആ 18 അധ്യായങ്ങളും നമുക്ക് വായിക്കാൻ പറ്റിയാലും ഭഗവാനോട് നന്ദി പറയുന്നു. സുധാമേമിനും സുജാജിക്കും ആതൃക്കാൽക്ക് നമസ്കാരം. നമസ്കാരം ഇന്ദിരാജി. ഇനിയും ജോയിൻ ചെയ്തോളൂ. ഇനി ഒരു യാത്ര ചെയ്യാം, ചാർധാം യാത്ര എന്ന് പറയും നമ്മൾ. 4 പ്രാവശ്യം നമ്മൾ ഈ യാത്ര ചെയ്യാം. അപ്പൊ ഇനി L2 ജോയിൻ ചെയ്ത്
തിരിച്ച് ഒരു ലെവലും കൂടെ കംപ്ലീറ്റ് ചെയ്തോളൂ. വിട്ടുപോകല്ല ആരും, എല്ലാവരും കംപ്ലീറ്റ് ചെയ്തോളൂ. അത് മാത്രമല്ല, ഒക്കുന്ന പോലെ സമയത്ത് എത്ര ചാപ്റ്റർ ഒരു ദിവസം ഞാൻ പറയുന്നില്ല 18 അധ്യായം മൊത്തം വായിക്കാൻ നോക്കും. പക്ഷെ എങ്ങനെ 2-3 അധ്യായം വെച്ചെങ്കിലും ഒന്ന് റിവൈസ് ചെയ്തോളൂ, സമയം കിട്ടും. വായിക്കാൻ പഠിക്കുന്നുണ്ട് മാം. പക്ഷെ മൊത്തം മുഴുവനായി മനസ്സിലാക്കാനും ഒന്നും അത് കറക്റ്റാ. വിവേചന സെഷനും ഇനിയും അറ്റൻഡ് ചെയ്യാം. പ്ലസ് അത് മാത്രമല്ല, അർത്ഥം പഠിക്കണം. അതാ മെയിൻ, സത്യം പറഞ്ഞു. ഇന്ദിരാജി നാട്ട് എവിടെ? ഇന്ദിരാജി എവിടെ സ്ഥലം? എന്റെ വീടും ശരിക്കും ഗുരുവായൂരാണ്. ഞാൻ ഇവിടെ ഇപ്പൊ മകളുടെ കൂടെ ഇവിടെ തൃശ്ശൂര് താമസിക്കുന്നു. ഹസ്ബൻഡ് മരിച്ച പിന്നെ അവിടെ വീട് പൂട്ടിയിട്ടൊക്കെ ഇവിടെ വന്ന് താമസിക്കാണ്. ഗുരുവായൂർ ഞാൻ 30 കൊല്ലം ദിവസവും ഭഗവാനെ പോയി തൊഴുതായിരുന്നു. അതാ ശ്രദ്ധയും ഭക്തിയും നമുക്ക് കാണാം ഇന്ദിരാജിയില്. അത് വായിക്കാൻ നേരം തന്നെ നമുക്ക് മനസ്സിലാവും കുറെ ഭക്തിയോടെ ഭാവത്തോടെ ചൊല്ലുന്നത് ഇന്ദിരാജി. ഗുരുവായൂരപ്പന്റെ കൃപ. ഞങ്ങൾ 5 ആൾ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്റെ 3 മക്കളും 2 മരുമക്കളും എല്ലാവരും ഇതിലുണ്ട്. അന്ന് ഗുരുവായൂർ വന്നപ്പോ മാമിനെയും സുജാജി കണ്ടു. മാമിനെ കാണാൻ വിചാരിച്ചു, പറ്റിയില്ല. അതുപോലെ അനിൽ സാറിനെയും കാണണമെന്നുണ്ടായിരുന്നു, പറ്റിയില്ല. ഇനി എപ്പോഴെങ്കിലും അവിടെ വെച്ച് കാണാൻ പറ്റും. കൊളപ്പുള്ളിക്ക് ഞങ്ങൾ പേര് കൊടുത്തിട്ടുണ്ട്. അവിടെ വരും. ഇങ്ങനെ ഇനി പറയാൻ നമുക്ക് കേരളത്തിൽ ഇങ്ങനെ കൂട്ടി കൂട്ടി നമുക്ക് ഇങ്ങനെ നിത്യമാക്കണോ ഇത്? ഓക്കെ ദീദി, ശരി. നെക്സ്റ്റ് ആരാ സുജാജി? നാരായണീയമാന്ന് തോന്നുന്നു. സർലാജി. സർല ദീദി. ഓക്കെ, മ്യൂട്ടാ ദീദി. ഓക്കെ ഓക്കെ ഓക്കെ. ഹരി ഓം മാം. ഹരി ഓം. ഹരി ഓം സർലാജി. ഓക്കെ, നാരായണീയം ദശകം 1 ചൊല്ലുന്നത്. ഭഗവത് സ്വരൂപമാണ്. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവദിഭ്യാം നിർമുക്തൻ നിത്യമുക്തൻ നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത്ഭാതി സാക്ഷാൽ ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത് ധന്യോ വാചാദിയാ വാ ഭജതി ബദജന രുദ്രദൈവസ്തുരേയം ഏതേതാവദ്വയന്തു സിരതര മനസാ വിശ്വപീഡാവഹത്യൈ നിശ്ചേഷാത്മാനമേ ഗുരുപവനപുരാധീശമേവാശ്രയാ സത്വം യത്തത്പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈർഭൂതേന്ദ്രിയസ്തേവ പുരിതിദോഷ ശ്രൂയതേ വ്യാസവാക്യം തത്സത്യാദിതച്ചാദ അപരസുഖചിത് ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്ധേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധു കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം തത്വമാഹുസ്തദാത്മാ കസ്മാനോ നിഷ്കളസ്തത്വം സകല ഇതി വദസ്തുത്കലാസേവപൂർവൻ നിർവ്യാപോരോപി നിഷ്കാരണമജഭജസേ യത്പ്രിയമീശാനാഖ്യാൻ തേനൈവോദേതി ലീനാ പ്രകൃതിരസതി കൽപ്പാഭികൽപ്പാദികാലേ തസ്യാ സംശുപ്തമംശം ഗമവിതമതിരോദായകം സത്വരൂപം സദ്വന്ദ്രത്വാദദാസി സ്വമഹിമവിഭവ കുണ്ഡവൈകുണ്ഠരൂപം തത്തേ പ്രത്യഗ്രധാരം ധരലളിതകളായാവലീ കേളികാരം
ലാവണ്യസൈകസാരം സുഹൃതിജനദൃശാം പൂർണ്ണപുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാ നിലയനമൃത സന്ദസന്ധ്യോഹമന്ദ സിഞ്ചത് സഞ്ചിന്തകാനാം ബവരനുകലയേ മാരുതാകാരനാഥ കഷ്ടാദേ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഹേതാവഹാ ജീവഭാജ നിത്യേവം പൂർവമാലോചിതമജിതമയാ നൈവമത്യാപി ജാനേ नो चेञ्जीव कदं वा मधुरधरमिदं तत्त्वबुद्धित्रसान्त्यं नेत्रैः श्रोत्रैः च पीत्वा परमरससुधां कोदिभूरेरमेरन् नम्राणां सन्निधत्से सततमपि पुरस्तैर्यन्यभ्यर्थितानभ्यर्थान् कामानजस्तं विदरसि परमानन्दसान्द्राङ्गधीं च इत्तन्निशेषलभ्यो निरवधि कफलः पारिजातो हरे त्वं क्षुद्यन्तं चक्रवाणे द्रुममपि लक्षति व्यर्थमर्तिव्रजोऽयं कारुण्यात् काममन्यं ददति खलु परे सोल्पदस्त्वं विशेषा ऐश्वर्यादिशदन्ये जगति परजने सोल्पनोऽपीश्वरस्त्वं तैयुच्चैरारमन्ति प्रतिपदमधुरे चेतनास्पीदवाक्य सत्त्वं जात्मारमाय वेत्यदिलगुणगणाधारा शौर्ये नमस्ते ऐश्वर्यं शङ्करादीश्वरविनियमनं विश्वतेजोहरणां तेजसंहारि वीर्यो विमलमपि यशो निःस्पृहैश्चोपगीतम् अङ्गासङ्गा सदा श्रीरखिलविदसि न कोविदे सङ्गवार्ता तत्त्वादगारवासिन् मुरहर भगवच्छब्दमुख्याश्रयोऽसि सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरिः ओम् താങ്ക് യു ദിദി. താങ്ക് യു സർലാജി. താങ്ക് യു മാം. സർലാജി ഞങ്ങളുടെ നിത്യം കൺസിസ്റ്റന്റ് ആയിട്ടൊരു മെമ്പർ. അത് മാത്രമല്ല നല്ല എക്സാം കൊടുത്തിട്ടുണ്ട്. സർലാജി റിമൈനിങ് എക്സാംസും കൊടുത്തോളൂ. എന്നിട്ട് ജോയിൻ ചെയ്തു. ഞാനൊരു തവണ എക്സാമിന് കൊടുത്തു ഞാൻ ടേബിൾ എന്നും പറഞ്ഞ് വന്നായിരുന്നു. അതുകൊണ്ട് പിന്നെ നല്ലോണം ചൊല്ലുന്നുണ്ട്. ഓഡിയോ അയച്ചു. എന്നിട്ട് അത് ഞാൻ ടേബിൾ എന്നും പറഞ്ഞോട്ട് റിപ്ലൈ ഒക്കെ ആയിരുന്നു. പിന്നെ ഞാനത് അയ്യോ ഞാൻ ഹെൽപ്പ് ചെയ്യാം. എക്സാം പാസ് ആയതാണല്ലോ. അപ്ലൈ ചെയ്തോളൂ. എക്സാം അപ്ലൈ ചെയ്തോളൂ സർലാജി. അപ്ലൈ ചെയ്തു. ഓഡിയോ അയച്ചു. അതിന്റെ ഗ്രാമറൊക്കെ ഫുള്ള് മാർക്ക് ഉണ്ടായിരുന്നു. ഓഡിയോ അയച്ചായിരുന്നു. പക്ഷെ അത് ട്രെയിനിങ്ങിന് കിട്ടിയില്ല. അതെന്താണെന്ന് അറിയില്ല. കുഴപ്പമില്ല, അയച്ചോളൂ. ഇനിയും ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഈ പ്രാവശ്യം അപ്ലൈ ചെയ്തോളൂ സർലാജി. ഈ പ്രാവശ്യം അപ്ലൈ ചെയ്തോളൂ. ശരി. ഞാന് ഈ 2023 ജനുവരി തൊട്ട് തുടങ്ങിയതാ. 2023 കയറിയതാ. ഒരു തവണ റൗണ്ട് കഴിഞ്ഞു. അടുത്ത രണ്ടാമത്തെ റൗണ്ട് കയറും. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ മാമിന്റെ ഞാനും നല്ല പെർഫെക്റ്റ് ടീച്ചിങ് നല്ലതായിരുന്നു. എല്ലാ കംപ്ലീറ്റ് അത് ഒരെണ്ണം പോലും വിടാതെ കംപ്ലീറ്റ് എല്ലാം പറഞ്ഞു തന്ന് നമ്മളെ പഠിപ്പിച്ചതിന് 1000 നന്ദി. പിന്നെ സുജാ മാം ആണെങ്കിലും നമുക്ക് ചാൻറ്റ് ചെയ്യാൻ നമ്മൾ കുറച്ച് അംഗങ്ങളെ ഉള്ളായിരുന്നെങ്കിലും എല്ലാവരുടെയും നല്ല കറക്റ്റിന് എല്ലാവർക്കും എല്ലാ ശ്ലോകങ്ങളും ചൊല്ലാൻ തക്ക രീതിയിൽ സമയം ക്രമീകരിച്ച് എല്ലാം നൽകിയതിനും വളരെയധികം നന്ദി. പിന്നെ എനിക്ക് ഗീത പഠിച്ചതിലുള്ള എന്ന് പറഞ്ഞാല് ക്ഷമ ഭയങ്കരമായിട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ക്ഷമാശീലം ഒരുപാടുണ്ടായി. പിന്നെ ഒരു നിർദ്ദേശം നമുക്ക് വിവേചന സത്രം നടത്തുന്നത് മലയാളത്തിൽ കൂടി ഇനി വരാനുള്ള സംവിധാനം കൂടി ഉണ്ടാകട്ടെ എന്നുള്ളത്. പിന്നെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇതായിരുന്നു. ഗുരുവായൂര് വെച്ച് ഒരു പാരായണത്തില് പങ്കെടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ മഹാപുണ്യമായിട്ട് കരുതുന്നത്. അതിനിടെ വരുത്തി തന്ന അനിൽ സാറിനും മാഡത്തിനും എല്ലാവർക്കും ഭയങ്കര
സന്തോഷവും നല്ല എന്താ പറയണ്ട ഭയങ്കര അനുഗ്രഹമായിട്ട് മാറിയത്. പഠിച്ചു കഴിഞ്ഞ ഉടനെ ഇങ്ങനെ ഗുരുവായൂരിൽ വന്നിരുന്ന അതുപോലെ ഒരു നല്ല വേദിയിൽ ഇരുന്ന് ചൊല്ലാൻ പറ്റി. കേൾക്കുന്നില്ല മാം? ഇല്ല കേക്കാം. അത് ഞങ്ങളുടെയും ഭാഗ്യമാണ്. നമുക്കറിയത്തില്ല എങ്ങനെ അത് സാധിച്ചെന്ന്. സത്യം പറഞ്ഞാൽ ഉപ്പ ചിന്തിച്ചാൽ അറിയത്തില്ല. ഇത്രയും ആൾക്കാർ ഒത്തുകൂടി നമുക്ക് സാധിക്കാൻ അത് അത് സത്യം പറഞ്ഞാൽ ഭഗവാന്റെ ഒരു കൃപ തന്നെ. അല്ലാതെ നമ്മളൊന്നും നമ്മുടെ ഒരു നേട്ടമൊന്നും അല്ല. എല്ലാരും ഒത്തുകൂടി ആ സമയത്ത് നമ്മളെ കൊണ്ട് ചൊല്ലിപ്പിച്ചു. അത്രയും തന്നെ. നമുക്ക് അതിനെ ചേരാൻ പറ്റി. അതൊരു മഹാഭാഗ്യം. അത് നമുക്ക് അങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടിയ ഒരു നിധിയാണ്. ഭയങ്കര പറഞ്ഞാ തീരാത്ത കടപ്പാടുണ്ട്. നിത്യമായിട്ട് ചൊല്ലിക്കോളൂ സല്ലാജി. നോക്കട്ടെ. ഓക്കെ മാം, താങ്ക് യു. നെക്സ്റ്റ് ഷീലാജിക്ക് ഒരു പ്രാർത്ഥന. ഷീലാജി. ഓക്കെ മാം. നാരായണം ഭജെ നാരായണം ലക്ഷ്മി നാരായണം ഭജെ നാരായണം വൃന്ദാവനസ്ഥിതം നാരായണം ദേവവൃന്ദൈര്യഭിഷ്ടുതം നാരായണം നാരായണം ഭജെ നാരായണം ലക്ഷ്മി നാരായണം ഭജെ നാരായണം ദിനകരമധ്യകം നാരായണം ദിവ്യകനകാംബരധരം നാരായണം പങ്കജലോചനം നാരായണം ഭക്തസങ്കടമോചനം നാരായണം നാരായണം ഭജെ നാരായണം ലക്ഷ്മി നാരായണം ഭജെ നാരായണം കരുണാപയോനിധി നാരായണം ഭവ്യശരണാഗത നിധി നാരായണം രക്ഷിത ജഗത്രയം നാരായണം ചക്രശിരസുരജയം നാരായണം നാരായണം ഭജെ നാരായണം ലക്ഷ്മി നാരായണം ഭജെ നാരായണം അജ്ഞാനനാശകം നാരായണം ശുദ്ധവിജ്ഞാനഭാസകം നാരായണം ശ്രീവത്സഭൂഷണം നാരായണം നന്ദഗോവത്സപോഷണം നാരായണം നാരായണം ഭജെ നാരായണം ലക്ഷ്മി നാരായണം ഭജെ നാരായണം. താങ്ക് യു. നല്ലോണം ചൊല്ലി. തൊണ്ടയ്ക്ക് ഒരു പ്രശ്നമാണ്, ചുമ വന്നു. അനിൽജിയും വിളിച്ചു വരുത്തി ഞാന്. അതില്ല മാം, ഞാൻ ഇഷ്ടത്തോടുകൂടി ചെല്ലിയതാണ് ഭഗവാന്റെ കൃപയ്ക്ക് വേണ്ടി. ഞാൻ എന്നോ ഭഗവത്ഗീത പഠിക്കണമെന്ന് വിചാരിച്ച് പല പ്രാവശ്യം ഒറ്റയ്ക്ക് പഠിക്കാൻ ശ്രമിച്ച് പിന്നെ അതൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് വാട്സപ്പിലൂടെ ഗീതാ പരിവാറിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞത്. അത് വളരെ ഒരു സൗഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. തന്നെയല്ല, ഒരു കുറെ അധ്യായങ്ങൾ പഠിച്ചപ്പം എന്റെ മനസ്സിൽ വന്ന ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് തന്നെയായാലും അവിടെ ഇരുന്ന് 18 അധ്യായങ്ങളും ചൊല്ലണമെന്ന് അങ്ങനെ ചിന്തിച്ച് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഗീതാ പരിവാർ തന്നെ അവിടെ 18 അധ്യായങ്ങൾ നമുക്ക് ചൊല്ലാനൊരു അവസരം ഒരുക്കി തരുന്നു എന്ന് ഉള്ള വാർത്ത അറിഞ്ഞത്. ഞാൻ വളരെയധികം സന്തോഷിച്ചു. അത് ഗുരുവായൂരപ്പന്റെ ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് തോന്നി. ഇപ്പൊ ഗീത പഠിക്കുമ്പോ നമ്മളിൽ തന്നെ ഒരുപാട് പോസിറ്റിവിറ്റി നിറഞ്ഞു വരുന്നതായിട്ടൊരു അനുഭവമാണ് തോന്നുന്നത്. തന്നെയല്ല, ഇതിൽ പഠിപ്പിക്കുന്ന ആൾക്കാരുടെ ക്ലാസ് വളരെയധികം എന്താ പറയാ ഗംഭീരാണെന്നോ അതല്ലെങ്കിൽ ഭക്തി ഉള്ളതാണെന്നോ ആ ഭക്തിയുടെ ചൈതന്യം നമ്മളിലേക്ക് നിറച്ചു തരുന്നതാണോ എന്താണെന്ന് എനിക്കറിയാം പറയാൻ. അതില് ഞങ്ങളെ രാമകൃഷ്ണ സാറ് പഠിപ്പിച്ചിട്ടുണ്ട്, പ്രമീള മേഡം പഠിപ്പിച്ചിട്ടുണ്ട്, സുധാ മേഡം പഠിപ്പിച്ചിട്ടുണ്ട്, പിന്നെ അനിൽ സാറ് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ അനിൽ സാറിന്റെ ക്ലാസ്സിൽ ചൊല്ലുമ്പോഴാണ് വിറയല് വരിക. കാരണം സാറ് വളരെ കൂളായിട്ട് സമാധാനത്തോടെ ചൊല്ലാനൊക്കെ പറയുമ്പോഴും തെറ്റുമോ എന്നുള്ള ഒരു പേടി ഒരു മനസ്സില്. അപ്പൊ ശരിക്കും
നല്ല ഇതായിട്ട് പറയുമെങ്കിൽ അന്നേരം കൂടുതൽ ശ്രദ്ധിക്കാനാണ് ഇത് തോന്നുന്നത്. ഇപ്പൊ എല്ലാവരുടെയും പിന്നെ സഹനശക്തിയാണ് വളരെ വലുതായിട്ട് എനിക്ക് പറയാൻ കഴിയുന്നത്. പിന്നെ ടെക് സുജാത, അതിന് മുന്നേ ഞങ്ങൾക്കൊരു ടെക് ഉണ്ടായിരുന്നു, എനിക്ക് അതിന്റെ പേര് മറന്നുപോയി. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തപ്പം ഒരു മാം ഉണ്ടായിരുന്നു, അധികം ഒരു ചെറിയ പ്രായം കുറഞ്ഞ മാമായിരുന്നു. അവിടെ നമുക്ക് ഗുരുവായൂർ വെച്ചിട്ട് ആ മാമിനെ ആദരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് പേര് മറന്നുപോയി. അപ്പൊ എന്ത് തന്നെ ആയാലും ഭഗവാന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഇത് പഠിക്കാൻ കഴിഞ്ഞത്. ഇനിയും പഠിക്കണം, ഇനിയും ഇതില് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ ക്ലാസ് ഞങ്ങൾക്ക് എടുക്കുന്ന എല്ലാ അധ്യാപകരോടും എന്റെ ടെക്കിനോടും വളരെയധികം നന്ദി. ഒരു കൂട്ടായിട്ട് ഒരു ക്ലാസ് നിന്ന് പഠിക്കാൻ കഴിഞ്ഞാൽ അധ്യാപകരോട് നന്ദി. പഠിക്കണം ഞാൻ നമ്മുടെ പിന്നെ സുജ ചേച്ചി എന്തോ പറയുന്നതെന്ന് കേൾക്കാൻ വന്നതാ. എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് വിചാരിച്ച് വന്നതാ കേട്ടോ. ചേച്ചി ഒന്നും പറയത്തില്ല, ചേച്ചി ഇങ്ങനെ ഇരിക്കും. അതെന്താ സുജ ചേച്ചിയുടെ ഒന്ന് കേൾക്കാമെന്ന് വിചാരിച്ച് ഞാൻ വലിയ കാര്യത്തിൽ വന്നതാ. വീഡിയോ ഒന്നും ഓൺ ആവുന്നില്ല? വീഡിയോ ഒന്നും ഓണാക്കി വെക്കുന്നില്ലയോ എന്ന് ചോദിച്ചതാ. വീഡിയോ ഉണ്ടല്ലോ, ഞാൻ കാണുന്നില്ല, അതാ ഞാൻ ചോദിച്ചത്. അത് പിൻ ചെയ്യണ്ടേ? എന്നെ ഇവിടെ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശരിയാവും. ഞാൻ വന്നിരിക്കുന്നത് സുജ ചേച്ചിയും കൂടെ കാണാൻ വേണ്ടിട്ടല്ലേ. ഇന്ത്യ കാണുന്നില്ല. കാണുന്നുണ്ട്. ആ ഇപ്പൊ കാണാം. അതല്ലേ പറഞ്ഞേ, അതാ ഇന്ദിരാഗാന്ധിയുടെ ഒരു ചെറിയ ലുക്കോട് കൂടി വന്നിട്ടുണ്ട്. കൊള്ളാം. പറഞ്ഞാട്ടെ, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ, കേക്കട്ടെ. ഒന്നും പറയണില്ല. നമുക്ക് പറയാനൊന്നും അറിയത്തില്ല, പ്രവർത്തിക്കാൻ അറിയത്തുള്ളൂ. എന്റെ കൃഷ്ണ, അതെനിക്ക് മനസ്സിലായി. എന്നെ കൊണ്ട് ഗുരുവായൂർ പോയിട്ട് പ്രവർത്തിപ്പിച്ചത് ഞാൻ കണ്ടു. അയ്യോ കൃഷ്ണ, നമുക്ക് നല്ല സേവികളുണ്ട്. പിന്നെ എക്സ്പീരിയൻസ് ഷെയർ രശ്മിജി, നമുക്ക് രശ്മി ചേച്ചി പറയും. രശ്മി ചേച്ചി സംസാരിച്ചോ, ഞാൻ ചുമ്മാതെ വന്നിരുന്നു. രശ്മി ചേച്ചി സംസാരിച്ചോ. കൃഷ്ണ, ജയ ശ്രീകൃഷ്ണ. രശ്മി മാമിനും എല്ലാവർക്കും ജയ ശ്രീകൃഷ്ണ. മാമിന്റെ ക്ലാസ്സിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ മാമിന്റെ ക്ലാസ്സിൽ വന്നേ പിന്നെ ഞാൻ ശരിക്കും ആഘാതമൊക്കെ എടുക്കാനായിട്ട് പഠിച്ചത് കേട്ടോ. ട്രെയിനറായിട്ട് ക്ലാസ് എടുക്കണ്ടായിരുന്നേലും എനിക്ക് തോന്നണേ ഞാൻ മാമിന്റെ ക്ലാസ്സിൽ വന്നേ പിന്നെ ശരിക്കും ചൊല്ലാനും ഒക്കെ പഠിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. മാമിന്റെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ മാം നന്നായിട്ട് ചിരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് ചെയ്തു തരുമ്പോ ശരിക്കും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കണ്ട്. അതുപോലെ സാറിന്റെ ക്ലാസ്സിലും ഞാൻ ആദ്യമായിട്ടായിരുന്നു സാറിന്റെ ക്ലാസ്സിലും ഇരുന്നത്. സാറിന്റെ ക്ലാസ്സിൽ എനിക്ക് ഇരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ലായിരുന്നു. ശരിക്കും നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ശരിക്കും ഒരു അസെറ്റാണ് ഗീതാ പരിവാറിന്. അതുപോലെ ഗുരുവായൂർ പോവാനും അത് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടെ. എപ്പോഴും ആ ഒരു എന്തോ ഒരു പ്രത്യേക ഒരു അനുഭൂതി തോന്നുന്നു ആ സമയം. അപ്പൊ ഇനി അങ്ങനെ ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കാണ്. രശ്മിജി ഞങ്ങൾക്ക് വലിയൊരു സഹായമായിരുന്നു സത്യം പറഞ്ഞാൽ. അത് മാത്രമല്ല വലിയൊരു ഇൻസ്പിറേഷനുമായിരുന്നു ഈ ഗുരുവായൂരിലെ ഒരു പ്രോഗ്രാം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ. രശ്മിജി താങ്ക്. അത് മാത്രമല്ല അവിടെയും 2-3 ദിവസം ഞങ്ങൾക്ക് ദർശനം തരാനും പ്ലസ് അവിടുത്തെ പ്രസാദം കിട്ടാനും ഒക്കെ രശ്മിജി കുറെ സഹായിച്ചു. രശ്മിജിയും രശ്മിജിയുടെ ഹസ്ബൻഡും 2 പേരും കൂടെ. അതുകൊണ്ട് ശരിക്കും എന്തോ ഒരു ഭഗവാന്റെ കൃപയായിട്ടാണ് എനിക്ക് തോന്നണത്. നമ്മള് എന്തോ ഒരു അനുഗ്രഹമായിരുന്നു ആ ഊണ് കഴിക്കാൻ. അപ്പൊ എനിക്കത് ശരിക്കും എന്റെ ഹസ്ബൻഡ് അത്ര ഒരു സ്പിരിച്വൽ ആണല്ല, പക്ഷെ കാരണം മനസ്സിലായി കാണും. അപ്പൊ അമ്പലത്തിൽ പോണെങ്കിൽ ഞാൻ കൂടെ ഇല്ലാതെ ആള് അമ്പലത്തിൽ കയറില്ല. അപ്പൊ എനിക്ക് എന്തോ അന്ന് എനിക്ക് പറ്റിയില്ലായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു നീ നിർബന്ധിക്കരുത് എന്നെ, ഞാൻ വെളിയിൽ നിൽക്കുള്ളൂ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, അനിൽ സാറും മാമും കയറിക്കോളും. അപ്പൊ അത് കഴിഞ്ഞ് പക്ഷെ തന്നെത്താൻ പറഞ്ഞു ഞാനും കയറിക്കോളാന്ന്. അപ്പൊ എനിക്ക് വലിയ സന്തോഷമായി. അത് അനിയന്മാര് വിളിച്ചു കഴിഞ്ഞാൽ ചേട്ടന്മാര് തന്നെത്താനെ കൂടെ വരും. അതെ, അതായിരുന്നു. അപ്പൊ എപ്പോഴും പറയും അനിൽ സാറിനെ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ എന്നോട് പറഞ്ഞു, എനിക്ക് സ്വന്തമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു എനിക്ക് ഗീത പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാന് ഒരു PDF ഒക്കെ കൊടുത്ത്, ഇപ്പൊ ഇവിടെ ഇല്ല, സിംഗപ്പൂര് പോയിരിക്കും. അപ്പൊ സിംഗപ്പൂർ ബേസിക് ആയിട്ടാ ജോലി ചെയ്യുന്നത്. അത് കാരണം നമുക്ക് ഇത്തിരി കഷ്ടപ്പാട്, ഇടയ്ക്ക് അവിടെ നിൽക്കണം ഇടയ്ക്ക് ഇവിടെ നിൽക്കണം അങ്ങനെ. അപ്പൊ
ഞാൻ PDF ഒക്കെ കൊടുത്താ വിട്ട വായിക്കണ്ടോന്ന് അറിയില്ല. ജോയിൻ ചെയ്തോളൂ ക്ലാസ് L1 ആ ഞാൻ പറഞ്ഞു ജോയിൻ ചെയ്യണം. ശരിക്കും നല്ലൊരു ക്ലാസ് ആയിരുന്നു മാമിന്റെ. അപ്പൊ ഞാൻ ഇനിയും മാമിന്റെ ഏതെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ആവാം. ശരിക്കും പഠിച്ചുകൊണ്ടിരിക്കുമ്പോ നമുക്ക് അത് തന്നെ. അല്ല, ഞാനും പഠിക്കാൻ നേരം എനിക്ക് ആഘാത്തൊന്നും L3 വരെ എനിക്കും മനസ്സിലാവത്തില്ലായിരുന്നു. ഇത് ആഘാത്തിന്റെ ഒരു ബിക്കോസ് നമ്മള് ഹിന്ദി ക്ലാസ്സിൽ പിന്നെ ടെക്കിന്റെ ജോലി ചെയ്തപ്പോൾ സുജാജി പറഞ്ഞ പോലെ തന്നെ വേരിയസ് ക്ലാസ്സിൽ ഗുജറാത്തി, ഹിന്ദി, മറാഠി, ഇംഗ്ലീഷ് ഇങ്ങനെ വേരിയസ് ബാച്ചസിൽ കയറി അവര് പഠിപ്പിക്കുന്ന കേട്ട് പിന്നെ മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ സ്ട്രെസ് ചെയ്യുന്നത്. ബിക്കോസ് നമുക്ക് മലയാളത്തിൽ അത് പറഞ്ഞു കൊടുക്കാൻ മാത്രമല്ല, പക്ഷെ നമ്മൾ അത്ര സ്ട്രെസ് ചെയ്യത്തില്ല. ആഘാത്തും അനുസ്വരവും ഗ്രാമർ റൂൾസ് നമ്മൾ അത്രയും ഫോളോ ചെയ്തില്ല. ശരിക്കും മാം പഠിപ്പിക്കണത് കൊണ്ട് ഞാൻ പിന്നെ ക്ലാസ്സിൽ പോകുമ്പോ ഞാനും അതുപോലെ തന്നെ അത് കറക്റ്റ് ആയിട്ട് എടുക്കാനായിട്ട്. അല്ലെ നമ്മളും അത്രയ്ക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല. പക്ഷെ ചേച്ചിയുടെ ഒക്കെ ശബ്ദം ഞാനിപ്പം ശ്രദ്ധിച്ചത് കൊണ്ട് പറയുന്നതാണ്. അങ്ങനെ പറയുന്നത് തെറ്റായിട്ട് തോന്നുന്നില്ല. സുജയുടെ ശബ്ദം, സുജ ദീദി എന്ന് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ. ചേച്ചിയുടെ നിങ്ങളുടെയൊക്കെ ശബ്ദം വളരെ നല്ലതാണ്. നിങ്ങളൊക്കെ മുന്നോട്ട് വന്നാൽ മലയാളത്തിൽ നല്ല ട്രെയിനർമാർ കിട്ടുമോ? കാരണം എന്താണെന്ന് വെച്ചാൽ മലയാളികൾ പ്രോപ്പർ മലയാളികളായിട്ടുള്ള ട്രെയിനർമാർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വളരെ സുജാതീതിയൊക്കെ പഠിപ്പിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ അത് ചില സമയത്ത് അനങ്ങാതെ പോയിരുന്ന് കേൾക്കാറൊക്കെ ഉണ്ട് കേട്ടോ. പറയുന്ന രഹസ്യം കേട്ടോ. വളരെ വളരെ നന്നായിട്ട് പഠിപ്പിക്കും. അതൊക്കെ എവിടാന്നൊന്നും ചോദിക്കരുത്. സുജാജി എടുത്തായിരുന്നല്ലോ ഒരു ക്ലാസ് അന്നേരം. ഇല്ല, അതല്ല, അതല്ലാതെയും കേറിയിട്ടുണ്ട്. അതൊക്കെ പഠിച്ചിട്ട് പോലും ഇല്ല. അന്ന് ദീദി ഇല്ല, പക്ഷെ നോക്കാം. ഞാൻ വെറുതെ കണ്ണന്റെ കാര്യത്തിൽ കള്ളം പറയില്ല. നിങ്ങളുടെയൊക്കെ നല്ല നല്ല ശബ്ദമാണ്. എന്താ പറയാ, ചേച്ചിയുടെയും ശബ്ദം വളരെ നല്ലതാണ്. അത് പിന്നെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ലേ, മലയാളത്തില് നമുക്കുള്ള ട്രെയിനർമാർ എല്ലാം എക്സലന്റ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ്. ഒരാൾ പോലും ഒരു പിന്നെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ അവർ പുറകോട്ടല്ല. നമ്മൾ മറ്റുള്ള ലാംഗ്വേജിനെ വെറുതെ നമ്മൾ ഡിപ്പെൻഡ് ആവുകയാണ്. കുറച്ചുകൂടെ പേര് സേവ ചെയ്യാൻ മുന്നോട്ട് വരണം. ഇത് വളരെ വളരെ എന്താ പറയുക, വിനീതമായിട്ട് എല്ലാവരോടും പറയും. ഇപ്പം ഞാൻ ഗുരുവായൂർ ഒരു പിന്നെ ഇനിഷ്യേഷൻ ചെയ്തു. എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. അപ്പം ഞാൻ വിചാരിച്ചില്ല ഈ 1500 പേരൊക്കെ ജോയിൻ ചെയ്യണമെന്ന്. അത് ഈ സുജ ചേച്ചി പറഞ്ഞിട്ട് അവിടെ ഒരു എന്താ പറഞ്ഞേ ഒരു പാരായണം ഉണ്ടായിരുന്നു. അതിൽ ഞാൻ പോയിരുന്നു. അവരിങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ വിളിച്ചാന്ന്. ഞാൻ കയറിയിരുന്നു, സുഖമായിട്ട് ചൊല്ലി. അപ്പൊ ആരെ വിളിച്ചാന്നൊന്നും എനിക്കറിയില്ല. ഞാൻ സ്റ്റേജിൽ കയറിയിരുന്നു, സുഖമായിട്ട് 3 മണിക്കൂർ ചൊല്ലി. അപ്പൊ എന്റെ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹം ചൈതന്യ ഗ്രൂപ്പിൽ ഞാൻ വിചാരിച്ചു പിന്നെ അത് ഈ സുജ ചേച്ചി ഇട്ടാണ്. അപ്പൊ ഞാൻ എന്താ വിചാരിച്ചു, എന്റെ ആൾക്കാരുടെ എന്ന് വെച്ചാൽ എന്റെ ഫാമിലി, അതായത് ഗീതാ പരിമാർ എന്ന് പറയുന്ന എന്റെ കുടുംബം കൂടി ഇവിടെ വന്നിരുന്ന് ചൊല്ലിയാൽ എങ്ങനെ ഉണ്ടാവും? ആ ഒരു കൊതിയിൽ അറിയാതെ ക്രിയേറ്റ് ചെയ്തതാ. പിന്നെ ഇവിടെ ഗുരുവായൂരെ ആ ശരിക്കായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ പ്രോബ്ലം എൻകൗണ്ടർ ചെയ്യാൻ തുടങ്ങി. അത് ശരിക്കും വെള്ളം കുടിച്ചു. പക്ഷെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട്, അങ്ങേറ്റത്തെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു 200-ലധികം മെസ്സേജ് വന്നിട്ടുള്ളതാണ്. എൻ്റെ പേഴ്സണൽ മെസ്സേജിൽ ആൾക്കാർ ചിലർ കരഞ്ഞുകൊണ്ട് വരെ മെസ്സേജ് അയച്ചു എന്നുള്ളതാണ്. ഇത്ര സന്തോഷം ഞാനോർക്കും. ഞാൻ എന്തോ ചെയ്ത്, ഞാനൊന്നും ചെയ്തില്ല. പക്ഷെ ആൾക്കാരുടെ ആ സന്തോഷം കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓർക്കുക, ഇത്രയും ഒരു കാര്യം നമ്മൾ ഭഗവാൻ എന്തിനാ ഇത്രയും നമുക്കൊരു ഇത് തന്നേന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നതാണ്. അത്ര സന്തോഷമായി. എത്ര പേര് കരയാണ്. ഇപ്പം എല്ലാ സ്റ്റേറ്റുകാരും ഇപ്പം മത്സരിക്കുകയാണ് നമ്മളോട് കോമ്പീറ്റ് ചെയ്യാൻ. ആ ലെവലിലേക്ക് പോയി. ആശു ഭയ്യൊക്കെ ഓരോ മീറ്റിങ്ങിലും പ്രത്യേകം ദുബൈയിലായിക്കോട്ടെ വേറെ ഏത് ഇതിലും പറഞ്ഞിട്ട് മലയാളികൾ നടത്തിയ ഈ സത്സംഗിനെ അങ്ങേറ്റം പ്രകീർത്തിക്കാനേ സമയമുള്ളൂ. ആ ലെവലിലേക്ക് പോയി. ഞാൻ കേട്ടു ഒരു മീറ്റിംഗിൽ പറയുന്നു. അവർക്ക് ഭയങ്കര ഇതായിപ്പോയി. അവര് സർപ്രൈസ്ഡ് ആയി. അപ്പൊ അതുപോലെ തന്നെ ഇപ്പം ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, എന്തു ആയിക്കോട്ടെ ഭഗവാൻ തന്നെ ഏത് ബുദ്ധി ആയാലും ഇപ്പൊ എല്ലാ ജില്ലകളിലും നമ്മളുടെ കുറഞ്ഞത് 10 മുതൽ 57 പേര് വരെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നോക്കണേ, നമ്മുടെ എല്ലാ ജില്ലകളിലും ഫസ്റ്റ് സ്റ്റെപ്പാണ് അഗെയിൻ ഇൻ കേരള. ഒന്നാമത് നമ്മൾ ഓഫ്ലൈൻ സ്റ്റോറിന്റെ കാര്യത്തിൽ നമ്മൾ നല്ലൊരു എന്താ പറഞ്ഞ ഒരു എക്സാമ്പിൾ സെറ്റപ്പ് ചെയ്തു. 14 ഡിസ്ട്രിക്റ്റിലായിട്ട് 26 ഓഫ്ലൈൻ സ്റ്റോറുകൾ നമ്മൾ തുറന്നു. എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇപ്പൊ നമ്മളുടെ ഓഫ്ലൈൻ പാരായണവും തുടങ്ങുന്നതിനുള്ള ഒരു സെറ്റപ്പ് ആയി കഴിഞ്ഞു. അപ്പൊ ആരൊക്കെ ഗുരുവായൂർ കൊളപ്പള്ളിയിലെ പാരായണത്തിന് ഈ ഗ്രൂപ്പിൽ നിന്ന് ആരെങ്കിലൊക്കെ വരുമോ? സുചേച്ചി ഉണ്ടാവും. അതെനിക്ക് എന്നോട് നേരത്തെ വാക്ക് പറഞ്ഞു. ഇന്ദിരാജി ഉണ്ട്. ഇന്ദിര ചേച്ചി വരുന്നുണ്ടോ?
എല്ലാരും വരുന്നുണ്ട്, മോസ്റ്റ് ഓഫ് ദം വരുന്നുണ്ട്. അപ്പൊ ഇന്ദ്ര ചേച്ചി അൺമ്യൂട്ട് അല്ലല്ലോ. ഇന്ദ്ര ചേച്ചി ആരൊക്കെയാ വരുന്നത് ഇവിടുന്ന് കൊളപ്പള്ളിയില്? ഞാൻ വരുന്നുണ്ട് സാർ. ഇന്ദിരാജി വരുന്നുണ്ട്. ഒരാളെ ഉള്ളോ? അയ്യോ, അല്ല എന്റെ മക്കളുണ്ട് 3 ആള്. അപ്പൊ അവരെയൊക്കെ പേര് ഇങ്ങോട്ട് ഇട്ട് തന്നൂടെ? അപ്പൊ ഞാൻ എന്നാലല്ലേ അവിടെ 108 എന്നുള്ള 109 ആയതേ ഉള്ളൂ. ഞാൻ ഇന്ദിര ചേച്ചിയുടെ ഫാമിലി മുഴുവൻ ഞാൻ ഇട്ട് തരാം, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാ. സർവ ഫാമിലി ഇങ്ങോട്ട് താ. 150 ആക്കല്ലേ ഞാൻ. എന്തൊരു സന്ധ്യാപ്രദീപ് ജി, പ്രദീപ് ജി, എല്ലാം ഇങ്ങോട്ട് താ. എല്ലാവരുടെയും പേര് എനിക്ക് അയച്ചാ ഞാൻ അതെല്ലാം പേര് ഗ്രൂപ്പിൽ കേട്ടോ ഇന്ന് തന്നെ ഇട്ടതാ. കാരണം അതൊരു ഒരു 120 സിന്ധു ഇന്ദിര ചേച്ചിയുടെയും എല്ലാവരുടെയും ആ സുജ ചേച്ചിക്ക് അയച്ചു കൊടുക്കും. സുജ ചേച്ചി എനിക്ക് അയച്ചു തരും. എല്ലാവരും വരിക. ഞാനെന്താ പറയുന്നത്, കൊളപ്പള്ളിയിലെ ഇത്ര നല്ല ഒരു സ്നേഹത്തോടെയുള്ള ഒരു ക്ഷണം നമ്മൾക്ക് കിട്ടിയത്. സത്യം ഞാൻ പറയാ, എന്ത് നല്ല രീതിയിലാണ് അവർ വിളിച്ചതെന്നറിയാം. ആത്മാർത്ഥമായിട്ട് പറയാണ്. അങ്ങനെ ഒരു അമ്പലത്തിൽ പോയിരുന്ന് ചൊല്ലാൻ നമുക്ക് കിട്ടുന്നത് അത് നവനീത കൃഷ്ണനാണ്. വെണ്ണ കയ്യിൽ പിടിച്ചോണ്ട് നിൽക്കുന്ന കൃഷ്ണനാണ്. നമുക്ക് പോയി അവിടെ നിന്ന് ചൊല്ലാം. നോക്കെ, എനിക്ക് വരാൻ പറ്റുന്ന അവസ്ഥയല്ല, എന്നാലും ഞാൻ ബോംബെന്ന് വരാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യാണ്. കാരണം ഞങ്ങൾ ഇവിടുന്ന് അങ്ങനെ എപ്പോഴും ഓടി വരാൻ പറ്റില്ല. ഈ കഞ്ഞി കുടിക്കണ്ടേ, അതിനുവേണ്ടി ജോലി ചെയ്യണ്ടേ. അത് മാത്രമല്ല ഇപ്പൊ ഈ സമ്മർ വെക്കേഷൻ ആയപ്പോ ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് എല്ലാം ടിക്കറ്റ് ഒന്നും ഇല്ല. അത് ചിലപ്പോ നിന്നോ ചിലപ്പോ പേപ്പർ വെച്ച് കടന്നുറങ്ങിയൊക്കെ ആയിരിക്കും വരുന്നത്. എങ്ങനെയായാലും വരണമെന്ന് വെച്ചാൽ വരും. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു 150 പേരെ ആക്കി തരുന്ന ജോലി സുജ ചേച്ചിയുടെയാ. ആ രശ്മി ചേച്ചി, ഇന്ദിര ചേച്ചി ഒക്കെ ഒന്ന് ട്രൈ ചെയ്താട്ടെ. ഇന്ദിര ചേച്ചി ഞാൻ ഇവിടെ ഇല്ലാത്തോണ്ടാ ഞാൻ ലണ്ടനിൽ. ചേച്ചിയുടെ അവസ്ഥ അറിയാം. അതുകൊണ്ട് ഞാൻ ചേച്ചിയുടെ പേര് വിളിക്കാഞ്ഞത്. ചേച്ചിയെ കൊണ്ട് ഒക്കുന്ന സഹായം സത്യം പറയാണ്. ഗുരുവായൂർ വന്നപ്പോ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് പറയാണ്, 2 അല്ല 3 രാത്രി എനിക്ക് ഉറങ്ങാൻ കിട്ടിയില്ല. പക്ഷെ ഇപ്പോഴും ഞാൻ 100% നന്ദി പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും സഹായിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ശരിയാണ്, ഞാൻ 2 മാസം മുമ്പേ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു വെച്ചെങ്കിലും നിങ്ങൾ ഓരോരുത്തരും ചെയ്ത സഹായം കൊണ്ടാണ് അവിടെ ഗുരുവായൂർ നമ്മുടെ ഭംഗിയായിട്ട്, അതായത് ആശുപയ്യെ ഞാൻ പിന്നെ എന്ത് പറയുന്നേ, ആനപ്പുറത്ത് എഴുന്നള്ളത്ത് വരെ കാണിച്ചു കൊടുത്തു. അതും അത് മാത്രല്ല സാറ് കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ ആശുപയ്യെ രൂപൽജിയോ ഒക്കെ ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് അത് മാത്രമല്ല, അവർ ആദ്യത്തെ പ്രാവശ്യം കേരളത്തിൽ വരുന്നത്. അപ്പൊ അവർ കേരളം എന്ന് പറഞ്ഞത് തന്നെ ഒരു പേടിയായിരുന്നു ആദ്യം. അതൊക്കെ കുറെ മാറി. ബിക്കോസ് ഇപ്പൊ അവർക്ക് മനസ്സിലായി. അവരുടെ മനസ്സിൽ കേരളത്തെ പറ്റി വളരെ മോശമായിട്ടുള്ള ചിത്രം വരച്ചത് നമ്മള് മലയാളികൾ തന്നെയാണ്. ഞാൻ ഇതിനെ പറ്റിയിട്ടൊന്നും കൂടുതൽ പറയുന്നില്ല. പക്ഷെ ഒരു ഇംപ്രഷൻ ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ ഒത്തൊരുമിച്ച് മലയാളികൾ എന്ന് പറയുന്ന ഭക്തിയുള്ള ഒരു കൂട്ടരാണ്. മലയാളികൾ കുറച്ചേ ഉള്ളെങ്കിലും നമ്മൾക്കൊരു അഭിമാനമുണ്ടെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കണം. ഗുരുവായൂർ കണ്ണനേക്കാൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് സപ്പോർട്ട് തരാൻ വേറെ ആരും ആവശ്യമില്ല. അതിനാണ് ഗുരുവായൂർ വെച്ച് നമ്മൾ ഇത് തുടങ്ങിയത്. ആദ്യം കായംകുളത്ത് നമ്മൾ ഒരു ഓഫ്ലൈൻ സത്സംഗ് ചെയ്തു. അതിൽ 250 പേര് വന്നിരുന്നു. അത് കഴിഞ്ഞ് 2ാമത്തെ സ്റ്റെപ്പ് നമ്മൾ വേറൊരു കൃഷ്ണപുരത്ത് വെച്ച് ചെയ്തു. 3ാമത്തെ സ്റ്റെപ്പ് ചെങ്ങമനാട്ട് വന്ന് ഞാൻ ചെയ്തു. 4ാമത്തെ സ്റ്റെപ്പ് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് വെച്ചത് ഇതിന് തന്നെയാണ്. കാരണം അപ്പനെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അച്ഛനല്ലേ. അപ്പൊ പിന്നെ കുഞ്ഞെന്നുള്ള രൂപത്തിലിരിക്കുന്നതായാലും ആ ഒരു തൃശ്ശൂർ സാംസ്കാരിക തലസ്ഥാനമാണെങ്കിൽ ഇത് വൈകുണ്ഠമാണ്. അപ്പൊ അവിടെ നമ്മൾ ചെയ്യാൻ സാധിച്ചു. അപ്പൊ അതൊന്ന് തുടർച്ചയാക്കണം. എല്ലാവരും സഹായിക്കണം. എല്ലാവരും സേവയിലൊക്കെ മുന്നോട്ട് വരണം. അതിന് ചാപ്റ്റർ 18-ലെ 68, 69 ശ്ലോകം മാത്രം വായിച്ചാൽ മതി. എന്തിനാ സേവ ചെയ്യണമെന്ന് പറയുന്നതെന്ന് അറിയണമെങ്കിൽ ആ 2 ശ്ലോകം മാത്രം വായിക്കുക. അപ്പൊ ശരി, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ചുമ്മാതെ ആരെങ്കിലും ആ എന്താ പറഞ്ഞു കൊളപ്പള്ളിയിലോട്ട് വരുന്നുണ്ടോ എന്നറിയണം. മോഹൻലാലിന്റെ പിക്ചറിന്റെ കൂട്ട് കൊളപ്പള്ളി അപ്പനോ അതിന് വിളിക്കാൻ വന്നതാ കേട്ടോ. അപ്പൊ ഒരു ഇന്ദിര ചേച്ചിയെ കിട്ടി, വളരെ സന്തോഷം. പിന്നെ സുജ ചേച്ചി കുറെ പ്രോമിസ് ചെയ്തു. അപ്പൊ അതും കൂടെ ചേർത്ത് നമുക്ക് ചെയ്യാം. നിങ്ങൾ കുറച്ച് ദൂരെ ആണെങ്കിലും വരാൻ ശ്രമിക്കുക. ആ
ബുക്ക് നമ്മുടെ കയ്യിൽ അധികം ഉണ്ടാവില്ല ചേച്ചി. ബുക്ക് എന്ന് പറഞ്ഞ എല്ലാം നമ്മളെന്താ പറ്റിയത്, നമ്മുടെ ആ ബുക്ക് മുഴുവൻ നമ്മൾ വാങ്ങിച്ചുവല്ലോ. ഞാൻ ആ ബുക്കിന്റെ ബാക്കിയുള്ള പേയ്മെന്റും കൂടെ ചെയ്ത് നമ്മൾ ഫുള്ള് ബുക്ക് എടുത്തു. പക്ഷെ ആ ബുക്ക് നമ്മുടെ ഓഫ്ലൈൻ സ്റ്റോറിൽ തന്നെ എല്ലാരും എടുത്തോണ്ട് പോയല്ലോ. അപ്പൊ ഇപ്പൊ ബുക്ക് നമ്മുടെ കയ്യിലില്ല. സാരമില്ല, ഞാൻ കൊണ്ടുവരാം. ഒരു 10 എണ്ണത്തിൽ കൂടുതൽ എനിക്ക് ചുമ്മിക്കൊണ്ട് വരാൻ പറ്റാത്തതുകൊണ്ട്. 10 എണ്ണത്തിൽ കൂടുതൽ കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ എങ്ങനെയാ വരുന്നത്? ഞാൻ ട്രെയിനായിരിക്കും വരുന്നത്. ബസ്സിന്. അപ്പൊ ആ ട്രെയിനിൽ വല്ലതും ആരും കൂടെ ഇല്ലേ? ഒരു 1-2 പേര്? ഇല്ല, ഞാൻ തന്നെ ഉണ്ടാവും. അയ്യോ കൃഷ്ണ, അതുകൊണ്ടല്ലേ ഇതെല്ലാവരും നോക്ക. എത്ര സുജചേച്ചി തന്നെ ആണെന്നില്ല എത്ര കഷ്ടപ്പെടുന്നത് പാവം. ഞാനിപ്പോ മുമ്പിൽ വെച്ച് പറഞ്ഞുകൂടാ, എന്നാലും എത്ര ക്ലാസ് വരുന്നേ? ഞാന് കോട്ടയം. സോറി, ഷീല ചേച്ചി എവിടാ? ഷീല ചേച്ചി എവിടാ? കോഴിക്കോടാ. അത് അപ്പുറത്തല്ലേ? കോഴിക്കോട്ട് നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഇനി ഒരു 3 മിനിറ്റേ ഉള്ളൂ, ഞാൻ സമയം എടുക്കുന്നത്. എല്ലാവരും പറ്റുന്നവര് വരിക, ഇതൊരു അപേക്ഷയാണ്. കാരണം കൊളപ്പള്ളിയിലൂടെ നമുക്ക് നമ്മുടെ ഒരു 150 പേരിരുന്ന് ചൊല്ലിയാൽ എത്ര സുഖമായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ കേട്ടോ. അപ്പൊ ഒന്ന് നോക്കാമേ. രാധേ കൃഷ്ണ. ശരി ശരി ശരി. സുധാദിനി ഇപ്പൊ വീണ്ടും റീജോയിൻ ആകണമോ? റീജോയിൻ ചെയ്ത് നമുക്ക് ഫിനിഷ് ചെയ്യാം, കുഴപ്പമില്ല. എല്ലാരും തിരിച്ച് ജോയിൻ ചെയ്തോളൂ. നമുക്ക് ഇത് ജസ്റ്റ് ഒരു ഷോർട്ട് ഒരു എൻഡിങ്